അടുത്ത 9th ക്വസ്റ്റ്യൻ അടുത്ത ആൾ വായിച്ചോ. വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തോ. അല്ല, ഇനി ഒന്ന് നിർത്തിക്കേ. ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയോ? എന്താ അറിയാ? സൂഫി സെയിന്റ് ആണ്. പുള്ളിയുടെ ദർഗാ സംഭവം എവിടെയാ? അജ്മീറിലാണ്. അങ്ങനത്തെ, അതായത് ഒരു ടിപ്പിക്കൽ ഒരു സൂഫി സെയിന്റ് ആണ്. അജ്മീറിലാണ് ദർഗ എന്നറിയാം. പിന്നെ വേറെന്തെങ്കിലും അറിയാവോ? പുള്ളി ആരുടെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നറിയോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. പുള്ളിയുടെ പീരീഡ് ഏതായിരുന്നു? അല്ല, അതറിയാം. എനിക്ക് സ്വാഭാവികമായിട്ടും മിഡീവൽ ആയിരിക്കുമല്ലോ. ഓക്കെ, ഈ പുള്ളി ജീവിച്ചിരുന്ന സമയം 12th 13th centuries, ആ സമയത്താണ്. അപ്പോ ഇതിനകത്ത് പുള്ളിയെ പറ്റി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇനി വായിച്ചോ. എല്ലാവർക്കും ഇത്രയും ബേസിക്സേ അറിയാമായിരിക്കുള്ളൂ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നോക്കുമ്പോൾ നമുക്കറിയാലോ, അജ്മീറിലാണ് ദർഗ എന്നറിയാം. പിന്നെ ഈ 12th 13th century, ഇത് എന്ന് വെച്ചാൽ അയാള് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആ ഭാഗത്തു നിന്നുള്ള ആളാണെന്ന് നമുക്കറിയാം. പിന്നെ ഇത് ഒരു കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ഞാനാണെങ്കിൽ ശരിയാന്ന് എടുക്കും. അടുത്തത്, നമുക്ക് ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കാട്ടിലും ആ രണ്ട് കാര്യങ്ങളും നടന്നിരിക്കുന്നത് ഒരേ സമയത്താണോ എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരൈൻ ആരും തമ്മിലായിരുന്നു? സെക്കൻഡ് ബാറ്റിൽ ഓഫ് താരൈൻ ആരും തമ്മിലായിരുന്നു? ഏതൊക്കെ ഇയർ ആണ്? അല്ല, ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആലോചിച്ചേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരൈൻ ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ഗോരിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലായിരുന്നു. ഈ ഗോരിയാണോ ഗസ്നിയാണോ ആദ്യം വന്നേ? ആദ്യം ഗസ്നി ആയിരുന്നു. ഗസ്നവിഡ് എംപയർ അയാൾ അവിടെ അഫ്ഗാൻ റീജിയനിൽ അയാൾ സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് അയാളുടെ നമ്മൾ ഇവിടെ പറയില്ലേ വാസൽ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ഗസ്നവിഡ് എംപയറിലെ വാസൽ സ്റ്റേറ്റ്സ് പോലെയുള്ള ആൾക്കാരായിരുന്നു ഈ ഗോർസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ മെഹ്മൂദ് ഓഫ് ഗസ്നി മരിച്ചു. അപ്പം പിന്നെ ആ എംപയർ അപ്പൊ കുറച്ചുകൂടെ ഫ്രീ ആവും. അപ്പൊ ഈ വാസൽസ് ഒക്കെ ഇൻഡിപെൻഡന്റ് ആവും. അങ്ങനെയാണ് ഗോർസ് എന്നുള്ള ആ ഒരു ഇവര് വരുന്നത്. ഗോർസ് എന്നുള്ള അതിലെ ഒരാളാണ് മുഹമ്മദ് ഓഫ് ഗോരി. അപ്പൊ മുഹമ്മദ് ഓഫ് ഗോരി ശരിക്കും ഗസ്നിക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ ലൂട്ട് ചെയ്യണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ ഇവിടെ വന്നു, കാണുന്ന അമ്പലങ്ങളൊക്കെ ഇടിച്ചു പൊളിക്കുന്നു, അവിടെ നിന്ന് ലൂട്ട് ചെയ്യുന്നു, വഴി പോകുന്ന ആൾക്കാരുടെയൊക്കെ സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ ഗസ്നിക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഒരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ഉദ്ദേശം ഇല്ലായിരുന്നു. പക്ഷെ ഗോരി അങ്ങനെ ആയിരുന്നില്ല. അയാൾക്കൊരു എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ വന്നതാണ്. അയാൾ ഇവിടുന്ന് വരുന്നു. അപ്പം അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു മെയിൻ ആയിട്ടുള്ള അയാളുടെ ഒരു എതിരാളി എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. പൃഥ്വിരാജ് ചൗഹാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആ സ്ഥലത്തെ രാജാക്കന്മാർ വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരൈൻ നടക്കുമ്പോൾ ഗോരി ജയിക്കുകയാണോ ചെയ്തത്, തോക്കുകയാണോ ചെയ്തത്? ഗോരി തോറ്റു. സെക്കൻഡ് ബാറ്റിൽ ഓഫ് താരൈനില് ഗോരി വന്നു, പൃഥ്വിരാജ് ചൗഹാനെ കൊന്നു. അതിനുശേഷം പുള്ളിയെ പിടിച്ചു, ഇതേപോലെ പിടിച്ചിട്ട് കൊല്ലുക ചെയ്തത്. അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഗോരി ഇവിടെ ഒരു പതിയെ എന്താ പറയാ ഒരു എംപയർ സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം പോലെ അയാളുടെ പേരെന്തായിരുന്നു? അയാളുടെ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരു സ്ലേവ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്ത, അത് ഓർമ്മയുണ്ടോ? അപ്പം അയാളെ ഇവിടെ നിർത്തി എന്നിട്ട് തിരിച്ചു പോവുക ചെയ്തത്. അത് കഴിഞ്ഞ് അയാൾ ഇവിടെ നിന്ന് പതുക്കെ ഡൽഹി, മീററ്റ് സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കുന്നു. അതിനുശേഷം അയാള് ഗോരിക്ക് വീണ്ടും ഇൻവേഷന് വരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു ഗ്രൗണ്ട് റെഡിയാക്കുകയാണ്. അങ്ങനെ ഗോരി മൂന്നാമത് ഒന്നും കൂടി വരുന്നുണ്ട്. ആ സമയത്ത് ഗോരി ആരെയാണ് അറ്റാക്ക് ചെയ്തതെന്നറിയോ? ജയചന്ദ്ര എന്ന് പറയുന്ന ഒരു ഗഹഡ്വാല റൂളറിനെയാണ് ഗോരി ആ സമയത്ത് തോപ്പിച്ചത്. എന്നിട്ട് ആ സമയത്ത് തോപ്പിച്ചു കഴിഞ്ഞിട്ടാണ് പതിയെ ഇവിടെ ഒരു ഫസ്റ്റ് ടർക്കിഷ് എംപയറിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പതിയെ ഡൽഹി സുൽത്താനേറ്റ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത്, അതായത് ഗോരി വന്നു, ഗോരി ഇയാളുടെ ഈ പറയുന്ന ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് പോയി. അയാൾ വീണ്ടും ഗോരി ഇങ്ങോട്ട് ഇൻവേഷന് വിളിച്ചു വരുത്തി. അങ്ങനെ ഗോരി വന്നിട്ട് പതുക്കെ ജയചന്ദ്ര എന്ന് പറയുന്ന ഒരു റൂളറിനെ, ഒരു ഗഡ്വാള റൂളറിന്റെ അടുത്ത് നിന്ന് അങ്ങനെ അവർ പതുക്കെ കനൗജ് പിടിച്ചെടുത്തു. അങ്ങനെയാണ് പതിയെ അവിടെ ഒരു ടർക്കിഷ് എംപയർ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് പൃഥ്വിരാജ് ചൗഹാൻ ഇൻ ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് താരൈൻ മൊയിനുദ്ദീൻ ചിഷ്ടി. അത് ചിലപ്പോൾ ശരിയായിരിക്കും, രണ്ടും ഏകദേശം ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് താരൈൻ
12th സെഞ്ചുറിയിൽ 1191 സെക്കൻഡ് ബാറ്റിൽ ഓഫ് താരൈൻ 1192 നടക്കുന്നത്. ആ സമയത്താണ് ഇയാൾ ജീവിച്ചിരുന്നത്. സോ പ്രോബബ്ലി ചാൻസ് ഉണ്ട് ആ റീജിയനും ആയതുകൊണ്ട്. മൂന്നാമത്തേതോ, ദ കുത്തബ് മിനാർ ഇൻ ഡൽഹി ഈസ് നെയിംഡ് ആഫ്റ്റർ കുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി, എ പ്രൊമിനന്റ് ഡിസൈപ്പിൾ ഓഫ് മൊയിനുദ്ദീൻ ചിഷ്ടി ആൻഡ് എ കീ ഫിഗർ ഇൻ സ്പ്രെഡിംഗ് ചിഷ്ടി ഓർഡർ ഇൻ ഡൽഹി. ഒന്നാമത്തെ കാര്യം ഒരു കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. പിന്നെ നമുക്ക് കുത്തബ് മിനാറിനെയൊക്കെ പറ്റി ബേസിക് കാര്യങ്ങളൊക്കെ അറിയാവുമ്പം ശരിയാവേണ്ടതാണ്. അപ്പൊ അത് ശരിയല്ലേ? കുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഇതിന്റെ സമയത്ത് അതാരാ അതിന്റെ കുത്തബ് മിനാറിന്റെ പണി തുടങ്ങിയത് ആരാ? കുത്തബ് മിനാർ പിന്നെ അത് ഇംപ്രൂവ് ചെയ്ത് ആരാന്നറിയോ? ഇൽത്തുമിഷിന്റെ സമയത്ത് അത് ഇംപ്രൂവ് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്തത് ആരുടെ സമയത്താ? അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ടിനെ പറ്റി നമ്മൾ പഠിച്ച ഓർക്കുന്നുണ്ടോ? എന്നാലും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആരവല്ലി ഗ്രീൻ വാൾ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനീഷ്യേറ്റീവ് ഡെസർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആരവല്ലി ഗ്രീൻ വാൾ, ആരവല്ലീസ് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ പാസ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് നോക്കിയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം അതൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. അതായത് ഹരിയാന ഉണ്ടായിരുന്നു, അതേപോലെ ഡൽഹി റീജിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആരവല്ലീസ് ഇതിലേക്കാണ് പാസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏകദേശം അതറിയാമല്ലോ. അപ്പോൾ ആരവല്ലീസ് അതിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ കാണാം, ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് ഇനീഷ്യേറ്റീവ് എയിംസ് ടു ക്രിയേറ്റ് 50 kilometer wide green buffer around Aravalli mountain range across Gujarat, Rajasthan, Haryana, Delhi. അത്രയൊന്നും കാണില്ല, 50 ഒന്നും കാണില്ല. Aravalli range, India's oldest mountain range, is the source of rivers such as Chambal, Sabarmati, Luni, and acts as a natural barrier against expansion of Thar desert. അത് നമ്മളന്ന് പഠിച്ചിരുന്നു. കറക്റ്റ് ആണോ തെറ്റായിട്ടാണോ നിങ്ങൾ അതിനെ എടുക്കുക? ഗ്രീൻ വാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഫസ്റ്റ് തെറ്റായിട്ടാണോ എടുത്തേ? 50 കാണാൻ ചാൻസ് കുറവില്ല. സെക്കൻഡ് ശരിയായിട്ടല്ലേ എടുത്തേ? അടുത്തത് സൂപ്പർ വോൾക്കാനോസ്. അടുത്ത ആളാ വേണ്ട, സൂപ്പർ വോൾക്കാനോസിനെ പറ്റി ഞാൻ വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങൾക്ക്. അപ്പൊ സൂപ്പർ വോൾക്കാനോ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി എല്ലാവരും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Super volcanoes are massive volcanic systems capable of producing eruptions thousands of times more powerful than regular volcanoes. അതായത് ഒരു റെഗുലർ വോൾക്കാനോയെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു thousands of times more powerful ആയിട്ടുള്ള വോൾക്കാനിക് സിസ്റ്റംസ് ആണ് സൂപ്പർ വോൾക്കാനോസ്. ഇജക്റ്റിംഗ് ഓവർ 1000 cubic kilometers of material. ഇപ്പോൾ വായിച്ചു വെച്ചിട്ട് ഇപ്പൊ കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ശരിയാണെന്ന് മനസ്സിലാവും. ഇജക്റ്റിംഗ് ഓവർ ചെറിയൊരു വോൾക്കാനോയും ഈ വോൾക്കാനോയും ആലോചിച്ച് നോക്കും. ചെറിയൊരു വോൾക്കാനോ അതിനേക്കാൾ പേര് വെച്ചിട്ട് മാത്രമല്ല ഒരു പ്രോപ്പർ ഒരു ഡെഫിനിഷൻ പോലെയല്ലേ കൊടുത്തിരിക്കുന്നത്. സൂപ്പർ വോൾക്കാനോസ് ആർ മാസിവ് വോൾക്കാനിക് സിസ്റ്റംസ്, അതും പ്രൊഡ്യൂസിങ് ഇറപ്ഷൻസ് thousands of 1000 എന്നോ 2000 എന്നോ ഒന്നുമല്ല, thousands of times ആ ഭീകരത കാണിക്കാൻ. അപ്പോൾ അത് ശരിയാണ്. അടുത്ത 11th സ്റ്റേറ്റ്മെന്റ്, ടു ദ ഇറപ്ഷൻ ഓഫ് എ സൂപ്പർ വോൾക്കാനോ ക്യാൻ ഫോം ജയന്റ് കാൽഡറ which is a massive crater spanning dozens of miles as seen in Yellowstone National Park. ചിലതൊക്കെ എന്ന് വെച്ചാൽ ഇതിൽ മൾട്ടിപ്പിൾ ഫാക്ട് എവിടെ? യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ. വേറെന്താ? Can form a giant caldera. അത്രയും ഭയങ്കര. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റിനെ വായിക്കുമ്പോൾ ഈ മറ്റേ ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ളതിനേക്കാൾ അതിൻ്റെ ഒരു ബ്രോഡർ ഐഡിയ നമ്മൾ കൺസിഡർ ചെയ്യണേ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ വേർഡ്സും എടുത്ത് ആലോചിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യും എപ്പോഴും. ഇപ്പം ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ജയന്റ് കാൽഡറ വിച്ച് ഇസ് എ മാസിവ് ക്രേറ്റർ സ്പാനിങ് ഡസൻസ് ഓഫ് മൈൽസ്, അതൊരു ഫാക്ട് അല്ല ആക്ച്വലി. അപ്പം ഭയങ്കര സൂക്ഷ്മമായിട്ടല്ല, കുറച്ചുകൂടെ ഒരു ബ്രോഡർ ഇതിന് ഇങ്ങനെ വായിക്കുന്നതെന്ന് കുറച്ചിങ്ങനെ വായിക്കണം. എല്ലാ സ്റ്റേറ്റ്മെന്റും എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ വായിക്കണം. കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ
ഒരു ബ്രോഡർ ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കണം. അല്ലാതെ കാര്യം ഫാക്ച്വൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, അല്ലാന്നല്ല, പക്ഷെ ഒരു ബ്രോഡർ കാര്യം. ദ ഇറപ്ഷൻ ഓഫ് എ സൂപ്പർ വോൾക്കാനോ ക്യാൻ ഫോം എ ജയന്റ് കാൽഡറ. ഒരു ജയന്റ് കാൽഡറ ഉണ്ടാക്കാം. ജയന്റ് കാൽഡറ എന്താന്നാ പിന്നെ പറഞ്ഞിരിക്കുന്നത്. യെല്ലോസ്റ്റോൺ ഒറ്റ ഫാക്ട് അല്ലേ ഉള്ളൂ. ആ സീൻ ഇൻ യെല്ലോസ്റ്റോൺ. ഞാനൊരു കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന് എടുത്തത്. അടുത്തത് സയന്റിസ്റ്റ് മോണിറ്റർ സൂപ്പർ വോൾക്കാനോസ് ബൈ ട്രാക്കിംഗ് എർത്ത് ക്വേക്സ്, മെഷറിംഗ് ഗ്രൗണ്ട് ഡിഫോർമേഷൻ ആൻഡ് അനലൈസിംഗ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ശരിയായിരിക്കുമോ? ശരിയായിരിക്കാനാണ് ചാൻസ്. An increase in gas emissions from a super volcano always indicate an imminent eruption. അത് ശരിയായിരിക്കുമോ? തെറ്റാണ്. ഓൾവേസ് ഇൻഡിക്കേറ്റ് ഒന്നുമല്ല, അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 11ൽ അതെങ്ങനെ തെറ്റിച്ചെന്ന് മനസ്സിലായല്ലോ. 14ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. 14ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മൗര്യൻ എംപയർ ആയിരുന്നു ഫസ്റ്റ് ഹൈഡ്രോളിക് സിവിലൈസേഷൻ. അതായത് പ്രോപ്പറായിട്ട് ഡാംസ് കൺസ്ട്രക്ട് ചെയ്തു, വാട്ടർ ചാനൽസ് കൊണ്ടുവന്നു, വാട്ടർ പ്രൈസിങ് സിസ്റ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ മെയിൻസ് ആൻസറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി ചോദിച്ചാൽ ഫസ്റ്റ് ഹൈഡ്രോളിക് സിവിലൈസേഷൻ ആയിരുന്നു, അവർക്ക് വാട്ടർ പ്രൈസിങ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വാല്യൂ അഡീഷൻ പോലെ എഴുതാം. ആരും എഴുതാൻ പോകുന്നില്ലാത്ത പോയിന്റ് ആണ്. എല്ലാവരും ജനറൽ പോയിന്റ്സ് എഴുതുമ്പോൾ നമുക്കത് എഴുതാം. അങ്ങനെയാണ് നമ്മൾ പ്രിലിംസിനെയും മെയിൻസിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് കരേസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ മാത്രം ഒരു വീഡിയോ കാണിക്കാം. അത് ആക്ച്വലി സുൽത്തനേറ്റിൽ അവർ പണിത ഒരു സാധനമായിരുന്നു. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് സുൽത്തനേറ്റിലാന്നല്ല, ഇത് ആക്ച്വലി അന്ന് അത്രയും ഡെവലപ്ഡ് ആയിരുന്നു. ഡെക്കൻ സുൽത്തനേറ്റ്സിൽ ഉള്ള ഒരു സിസ്റ്റമാണ് കരേസ് സിസ്റ്റം. ഇതിനകത്തേക്ക് കണ്ടോ, ഇത് അവിടെ ഡെക്കൻ സുൽത്തനേറ്റിന്റെ റീജിയനിൽ ഉണ്ടായിരുന്ന സിസ്റ്റം. ഇതിന്റെ പേരൊന്ന് ഓർത്തിരിക്കണം, കരേസ്. ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ഇതുപോലെ. അത് ബാമിനി കിങ്ഡത്തിൽ ഉണ്ടായിരുന്ന കേട്ടോ കരേസ് സിസ്റ്റം. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. Gallant IAS, chasing your passion to ace.